സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിക്ക് സാക്ഷിയായി വേരൂന്നിയ അരയാൽ മരം ഇന്ന് വടവന്നൂരിന്റെ ചരിത്രവും ദേശാഭിമാനവും ഓർമ്മിപ്പിക്കുന്ന ജീവിക്കുന്ന സ്മാരകമായി നിലകൊള്ളുന്നു. വടവന്നൂർ വൈദ്യശാലയ്ക്ക് സമീപം പൊതുവഴിയോട് ചേർന്ന് നിൽക്കുന്ന അരയാലിന് സ്വാതന്ത്ര്യ ദിനവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഓരോ വർഷവും കടന്നുവരുമ്പോൾ വടവന്നൂരിലെ അരയാലിനും പറയാനുണ്ട് ഒരു കഥ. 1947 ഓഗസ്റ്റ് 15-നാണ് വടവന്നൂർ വൈദ്യശാലയ്ക്ക് സമീപം ഈ അരയാൽ നട്ടത്. രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായി സംസ്കൃത പണ്ഡിതനും ആയുർവേദ ഡോക്ടറുമായിരുന്ന വടവന്നൂർ വടക്കേപ്പാട്ടെ നാരായണൻ നായരാണ് അരയാൽ നട്ടത്. ഭാരതമണ്ണ് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചു തുടങ്ങിയ ചരിത്രദിനത്തിന്റെ ഓർമ്മ തലമുറകളിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ സ്മരണീയമായ പ്രവർത്തനം. 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം വൈദ്യശാലയിലുള്ള ആയുർവേദ ഡോക്ടർ, ആയുർവേദ ദുറീന എന്ന ടൈറ്റിലും അദ്ദേഹത്തിനുണ്ട്, വടക്കേപ്പാട്ട് നാരായണൻ നായർ അന്ന് വെച്ചു പിടിപ്പിച്ചതാണ് ഈ ആൽവൃക്ഷം. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കഠിന ശ്രമത്തിൻ്റെ ഫലമായി വളർത്തിയെടുക്കുകയും ഇന്ന് 80ാം സ്വാതന്ത്ര്യ ദിവസം തന്നെ ആ ആൽവൃക്ഷത്തിനും 80 വയസ്സ് തികയാണ്. അതിനെ ഒരു ആഘോഷമാക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ ആൽവൃക്ഷത്തിന് കുറേ വർഷമായി ആൽത്തറയില്ലാത്ത ഒരു വലിയ കുറവ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വൈദ്യശാല പ്രകൃതി സംരക്ഷണ സമിതിയുടെ കഠിന ശ്രമത്തിൻ്റെ ഫലമായി തീർച്ചയായും വടവന്നൂരിലെ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സക്രിയോസ്വാൻ്റെ സഹകരണത്തിൻ്റെ ഫലമായി 2 വർഷം മുമ്പ് മാത്രമാണ് ഈ ആൽവൃക്ഷത്തിന് ഒരു ഭംഗിയായ ആൽത്തറ കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞത്. അതോട് കഴിഞ്ഞില്ല. ഈ ആൽവൃക്ഷം ആൽത്തറ കെട്ടിക്കഴിഞ്ഞെങ്കിലും അതിൻ്റെ ചുറ്റും ആൾക്കാർക്ക് പോസ്റ്റ് ഓഫീസിലേക്കായാലും ശരി, വില്ലേജ് ഓഫീസിലേക്കായാലും ശരി വരുന്ന ആളുകൾക്ക് സൗകര്യത്തിന് ഇരിക്കുവാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആയുർവേദ ഡോക്ടറുടെ മകനും അഡ്വക്കേറ്റുമായ കുളവലമ്പത്തെ മധുസൂദനൻ നായർ വന്നു നോക്കിയപ്പോൾ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു, ഇത്രയും നല്ലൊരു ആൽത്തറ ആളുകൾക്ക് സൗകര്യത്തിലിരിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാട് ഉണ്ടാക്കേണ്ടത് നമ്മളുടെ കടമയല്ലേ എന്ന് പറഞ്ഞു. ശരിയാണ്, അതിന് നല്ലൊരു തുക ചിലവ് വരും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളുടെ റീച്ചിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സത്യാവസ്ഥയാണ്. കാലം കടന്നുപോയപ്പോൾ നാടിന്റെ ആദരവും കരുതലും ഏറ്റുവാങ്ങി അരയാൽ വളർന്നു. ചെറിയൊരു തൈയിൽ നിന്ന് പടർന്നു പന്തലിച്ച വൻമരമായി മാറിയതോടെ വടവന്നൂരിന്റെ പൊതുജീവിതത്തിന്റെ ഭാഗമായും ഇത് മാറി. ഇന്ന് വടവന്നൂർ വില്ലേജ് ഓഫീസിനും പോസ്റ്റ് ഓഫീസിനും മുന്നിലായി തലയുയർത്തി നിൽക്കുന്ന അരയാൽ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ പ്രഭ നാടിന്റെ മണ്ണിൽ പതിഞ്ഞ കാലത്തിന്റെ ഓർമ്മകൾക്ക് തണൽ പകരുകയാണ്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെടുത്തി അരയാലിന്റെ സപ്തതി ആഘോഷിച്ചതോടെയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നട്ട ഈ വൃക്ഷത്തിന്റെ പിന്നിലെ ചരിത്രവും നാട്ടുകാർക്കിടയിൽ വീണ്ടും ചർച്ചയായത്. ഒരു വൃക്ഷം എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വടവന്നൂരിലെ ഈ അരയാൽ. വർഷങ്ങൾ പിന്നിടുമ്പോൾ അരയാലിന്റെ ശിഖരങ്ങൾ കൂടുതൽ പടർന്നു. അതിന്റെ തണലിൽ തലമുറകൾ വളർന്നു. വടവന്നൂരിന്റെ സാമൂഹിക ജീവിതത്തിനും പൊതു ഇടങ്ങൾക്കും നിശബ്ദ സാക്ഷിയായി ഈ മരം നിലകൊണ്ടു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അതിന്റെ ചരിത്രവും മറന്നുപോകാതിരിക്കാനുള്ള പ്രകൃതിയുടെ സ്വന്തം ഓർമ്മക്കുറിപ്പായി ഇന്നും അരയാൽ ഇവിടെ നിലനിൽക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.